ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു വാമ്പയർ ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നെൻ്റെ കുഞ്ഞു മോന് സ്കൂളിൽ ഹലോവീൻ പാർട്ടിയാണ്. ഹലോവീൻ എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ദിവസം. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഹലോവീൻ ആത്മാക്കളുടെ ദിവസമായിട്ട് ഒരു ദിവസം ആചരിക്കുന്നുണ്ട്. അപ്പോൾ ആ കോസ്റ്റ്യൂമിൽ വേണം എല്ലാവരും വരാൻ. അപ്പോൾ ഇന്ന് സ്കൂളിൽ അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ രാവിലെ പോകുന്നതിന് മുന്നേ ഉറക്കമാണ് ആൾ. ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കൊണ്ടിരുത്തിയേക്കുവാണ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെ മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ, സ്റ്റിക്കി ഫൗണ്ടേഷനാണ്, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് മുഖത്തെല്ലാം ഒന്ന് ഇതാക്കി. എന്നിട്ട് നമ്മൾ ചെവിയിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്താ പറയുന്ന ഒരു ട്രാക്കുളയുടെ ഒക്കെ ഒരു ലുക്ക്. ട്രാക്കുള അത് തന്നെയാണ് കേട്ടോ, ട്രാക്കുളയുടെ ലുക്കാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ പുരികം ഒന്ന് വരച്ചു ഫേസിലെല്ലാം ഒറിജിനൽ പുരികത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ചെവിയും കഴുത്തിലും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മേളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. മേക്കപ്പുകളൊക്കെ യൂട്യൂബിലിരുന്ന് കുറേ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ കിട്ടിയത്. കോസ്റ്റ്യൂം നേരത്തെ തന്നെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേക്കപ്പ് എങ്ങനെ കൊടുക്കണമെന്നൊരു ഐഡിയ ഇല്ലാഞ്ഞിട്ട് യൂട്യൂബിനകത്തൊക്കെ കുറേ ഷോർട്സും ഫോട്ടോസും എല്ലാം കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ രാവിലെ അവൻ കരയുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. എന്തായാലും ആൾക്ക് ഒരുങ്ങി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇരുന്ന് തന്നു. അപ്പോൾ പുരികം ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് നന്നായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നല്ല ഡാർക്ക് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. കാരണം ഒരു ബ്ലഡിൻ്റെ നന്നായിട്ടൊന്ന് ഒരു കളർ വേണം. അതുകൊണ്ട് തന്നെ നല്ലൊരു റെഡിഷ് കളറായിട്ടുള്ള ലിപ്പ് ലൈനർ വെച്ചിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡിൻ്റെ രണ്ട് സൈഡിലേക്ക് ഒരു ബ്ലഡ് ഒലിച്ചിരിക്കുന്ന ഒരു കുറച്ച് ഡാർക്ക് അതുപോലെ ഒന്ന് വരച്ചെടുത്തു. എന്നിട്ട് നല്ലൊരു ഡാർക്ക് കളറിൽ ഐഷാഡോ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് മുന്നായിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ്റെ പുറത്ത് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തു, അത് പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ കവിളിൻ്റെ സൈഡിൽ ഒരു സ്കെൽറ്റൻ്റെ ഒരു ഇത് വരുത്തണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലൂ കളറിലെ ഐഷാഡോ എടുത്തിട്ട് ഇങ്ങനെ സ്കെൽറ്റൻ്റെ മോഡൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് കളറിലെ ഐഷാഡോ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ബ്ലെൻഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ കുറച്ചും കൂടെ പൗഡർ ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ അത് മാഞ്ഞു പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഒരു മേറ്റ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ പെട്ടെന്ന് ലിപ്സ്റ്റിക്ക് മാഞ്ഞു പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഡ്രസ്സ് ഇട്ടു. ഡ്രസ്സ് ശരിക്കും ഫുൾ ബ്ലാക്ക് കളർ, ഒരു വൈറ്റ് ഷർട്ടും അതിൻ്റെ പുറത്തൊരു ബ്ലേസറും ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ വൈറ്റ് ഷർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ബ്ലാക്ക് ജീൻസും പിന്നെ ഒരു ടീഷർട്ടും അതിൻ്റെ പുറത്തൊരു കോട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ്റെ കോസ്റ്റ്യൂം ഇതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞിക്കുട്ടൻ വാമ്പയർ.